തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനം 100 ദിവസമോ അതിലധികമോ തൊഴിൽ പൂർത്തിയാക്കിയ കുടുംബങ്ങൾക്ക് 1200 രൂപ വീതം പ്രത്യേക പാരിതോഷികം നൽകാൻ ഉത്തരവ്. ഈ ഉത്സവ ബത്ത പ്രഖ്യാപനം ശരിക്കും സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സർക്കാരിന്റെ വക ഓണം സമ്മാനം. ഇതെന്തായാലും പൊളിച്ചു. അതെ, സംസ്ഥാന ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതികളിൽ 100 ദിവസമോ അതിലധികമോ തൊഴിൽ പൂർത്തിയാക്കിയിട്ടുണ്ടോ എങ്കിൽ ആ കുടുംബങ്ങൾക്ക് ഓണത്തോടനുബന്ധിച്ച വലിയ ഉത്സവ ബത്ത തന്നെയാണ് സർക്കാർ വഴി ലഭിക്കുക. 1200 രൂപ വീതം പ്രത്യേക പാരിതോഷികമായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവുമിറക്കി. ഈ വർഷത്തെ ഓണം സമ്മാനം ലഭിക്കുക ഏകദേശം 3,75,777 കുടുംബങ്ങൾക്കായിരിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി 2025-26 സാമ്പത്തിക വർഷം 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയ 3,68,688 കുടുംബങ്ങൾക്ക് തുക അനുവദിച്ചിട്ടുണ്ട്. ഇതിനായി ആകെ 44 കോടി രൂപയായിരിക്കാം സർക്കാരിന് ചെലവാകുക. സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയ തുകയിൽ നിന്നായിരിക്കും ഈ തുകയും കണ്ടെത്തുക. 2017 മുതൽ മുൻ സാമ്പത്തിക വർഷങ്ങളിൽ 100 ദിവസത്തിൽ കുറയാതെ തൊഴിലെടുത്ത കുടുംബങ്ങൾക്ക് ഓണത്തോടനുബന്ധിച്ച് ഉത്സവ ബത്തയോ പ്രത്യേക പാരിതോഷികമോ അനുവദിച്ചു വരുന്നതായി സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും 2025-26 വർഷത്തേക്കുള്ള ആനുകൂല്യം അനുവദിക്കണമെന്ന ശുപാർശ പരിഗണിച്ചാണ് പുതിയ ഉത്തരവ് എത്തിയിരിക്കുന്നത്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള ഉത്തരവ് ഓഗസ്റ്റ് 14 തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തുവിട്ടത്. എന്തായാലും സർക്കാരിന്റെ ഈ തീരുമാനം ഓണക്കാലത്ത് സാധാരണക്കാരുടെ കൈകളിൽ കൂടുതൽ പണം എത്തിക്കാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകാനും സഹായകമാകുമെന്ന് ഉറപ്പാക്കാം. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ തൊഴിലാളികൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ ഉത്സവബത്ത പ്രഖ്യാപനം. എന്നാൽ ആനുകൂല്യം ലഭിക്കുന്ന കുടുംബങ്ങൾ നിശ്ചിത 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പദ്ധതി രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പാക്കണമെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകുന്നുണ്ട്. അതുപോലെ ഗ്രാമീണ മേഖലയിലെ ഗുണഭോക്താക്കളുടെ കാര്യത്തിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ മിഷൻ ഡയറക്ടർ പരിശോധന നടത്തണം. അതേസമയം നഗരപദ്ധതിയിൽ സമാന പരിശോധനയും നടത്തും. അത് നടത്തേണ്ട ചുമതല അർബൻ ഡയറക്ടർക്കാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.